My dear students, ഡോക്ടർ ജെയിംസ് ടേലർക്കിൻ രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 317ാമത്തെ എപ്പിസോഡിൽ നമ്മൾ പുതിയൊരു അധ്യായം ആരംഭിക്കുകയാണ്. ആൻറ്റിമോണിയം ടാർട്ടാറിക്കം. എല്ലാവർക്കും വളരെ പരിചിതമായ ഒരു ഔഷധമാണിത്. അതേസമയം തന്നെ പലപ്പോഴും കൃത്യമായി ഉപയോഗിക്കുന്നതിൽ പരാജയപ്പെട്ടു പോകുന്നൊരു ഔഷധം കൂടിയാണിത്. ആൻറ്റിടാർട്ട് കൊടുക്കേണ്ട സ്ഥലത്ത് മറ്റെന്തെങ്കിലും ഔഷധം കൊടുക്കുക, മറ്റെന്തെങ്കിലും ഔഷധം കൊടുക്കേണ്ട സമയത്ത് ആൻറ്റിടാർട്ട് കൊടുക്കുക. അങ്ങനെ ഒരു ആശയക്കുഴപ്പം പലർക്കും ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ചില സുഹൃത്തുക്കളുടെയൊക്കെ പ്രാക്ടീസിന് തുടക്കകാലത്തിൽ അവർക്ക് സംഭവിച്ചിട്ടുണ്ട്. ഞാനെന്നൊക്കെ അവരോട് പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ കെൻറ്റിൻ്റെ ലെക്ചേഴ്സ് വായിക്കുക, ആശയക്കുഴപ്പം മാറിക്കിട്ടും. അവർക്കങ്ങനെ മാറിക്കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അതുവഴി ചില സന്ദർഭങ്ങളിൽ ജീവൻ രക്ഷാ ഔഷധമായിട്ട് പോലും ആൻറ്റിടാർട്ടിനെ ഉപയോഗിച്ചിട്ടുണ്ട്. അതൊക്കെ വളരെ അത്രയ്ക്ക് ശക്തമായ ഒരു ഔഷധമാണിത്. മരണത്തിൻ്റെ വക്കിൽ നിന്നും രോഗിയെ തിരിച്ചുകൊണ്ടുവരിക. പക്ഷേ ആ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ നിരവധി പേരുടെ ജീവൻ രക്ഷിക്കാൻ ഹോമിയോപ്പതി ഡോക്ടർമാരെ ഈ ഔഷധവും മറ്റു പല ഔഷധങ്ങളും സഹായിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട ചെസ്റ്റ് സിംറ്റംസാണ് ഇവിടെ വരുന്നത്. പിന്നെ ബ്രയോണിയയും ഇപ്പക്കാക്കും ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു താരതമ്യവും ഇവിടെ വരുന്നുണ്ട്. നമുക്കത് വിശദമായിട്ട് നമുക്ക് പരിശോധിക്കാം. വളരെ പ്രധാനപ്പെട്ട കൃത്യമായിട്ട് ആൻറ്റിടാർട്ടിനെ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ പറ്റുന്ന നിർദ്ദേശങ്ങൾ കെൻറ്റിയുടെ പറയുന്നുണ്ട്. About the first thing we see in the study of an antimonium tartaricum patient is expressed in the face. മുഖത്ത് ആൻറ്റിടാർട്ടിൻ്റെ ആ ഒരു ഛായ ആ രോഗിയുടെ മുഖത്ത് കാണും. എങ്ങനെയാണ് ആ മുഖം എന്നാണ് കെൻറ്റ് തുടർന്ന് പറയുന്നത്. The face is pale and sicky. വിളറിയിരിക്കുന്നു, രോഗിയാണെന്ന് കണ്ടാൽ തോന്നും. The nose is drawn and shrunken. മൂക്ക് ചുരുങ്ങിപ്പോയി, മൂക്ക് താഴേക്ക് ഇങ്ങനെ അതിൻ്റെ ആ ഒരു ഷേപ്പ് പോയിട്ട് താഴേക്ക് വന്നു. ഐസ് ആർ സങ്കൺ ആൻഡ് ദർ ആർ ഡാർക്ക് റിങ്സ് അറൗണ്ട് ദ ഐസ്. കണ്ണുകളിങ്ങനെ കൂമ്പിപ്പോയി, കണ്ണിന് ചുറ്റും ഇരുണ്ട വലയങ്ങൾ. ദ ലിപ്സ് ആർ പെയിൽ ആൻഡ് ഷ്രിവൽഡ്. ചുണ്ടുകൾ അത് വിളറി ചുരുങ്ങി വരണ്ട പോലിരിക്കുന്നു. ദ നോസ്ട്രിൽസ് ആർ ഡിലേറ്റഡ് ആൻഡ് ഫ്ലാപ്പിംഗ്. മൂക്കിൻ്റെ ദ്വാരങ്ങൾ അതിൻ്റെ പേശികളുടെ ബലം പോയിട്ട് അതിങ്ങനെ കിടന്നിട്ട് ആടുന്ന തരത്തിൽ അത്രയ്ക്ക് അതിൻ്റെ ബലം പോയി തളർന്നു പോയി. ആൻഡ് ദർ ഇസ് എ ഡാർക്ക് സൂട്ടി അപ്പിയറൻസ് ഇൻസൈഡ് ദ നോസ്ട്രിൽസ്. മൂക്കിൻ്റെ അകത്ത് ഇരുണ്ട നിറം, ഒരു ചാരം എന്തെങ്കിലുമൊക്കെ പിടിച്ച് അഴുക്കൊക്കെ പിടിച്ച് ഇങ്ങനെ മോശമായിരിക്കുന്ന പോലെ ഒരു സൂട്ടി അപ്പിയറൻസ് മൂക്കിൻ്റെ അകത്ത്. The face is covered with a cold sweat and is cold and pale. തണുത്ത വിയർപ്പ് കൊണ്ട് മുഖം ആവരണം ചെയ്യപ്പെടുന്നു. തണുത്ത വിയർപ്പ് പലപ്പോഴും വല്ലാത്തൊരു ഡിസ്ട്രെസ് വരുമ്പോൾ, വല്ലാത്തൊരു പ്രയാസം വരുമ്പോൾ ഉണ്ടാകുന്നൊരു ലക്ഷണമാണ്. അങ്ങനെ തണുത്ത വിയർപ്പ് വന്നു, മുഖം തണുത്തിരിക്കുന്നു, വിളറിയിരിക്കുന്നു. ദ എക്സ്പ്രഷൻ ഈസ് ദാറ്റ് ഓഫ് സഫറിങ്. സഹനം അനുഭവിക്കുന്ന ഒരു വ്യക്തിയുടെ മുഖമാണിതെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും. അതാണ് പറയുന്നത്, മുഖം കണ്ടാൽ ആദ്യമേ മനസ്സിലാവും എന്ന് പറയാൻ കാരണം. The atmosphere of the room is pungent, more pungent than fetid or putrid. ആ പഞ്ചൻ നേച്ചറിനെ, പഞ്ചൻ ഓർഡറിനെ ഒന്ന് വിശദമാക്കാൻ പറയുകയാണ്. സാധാരണ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ചീഞ്ഞ വൃത്തികെട്ട ആ മണത്തിന് അപ്പുറമുള്ള മണം. എന്തോ ചീഞ്ഞ് ഉള്ളിൽ, ആളുടെ ഉള്ളിൽ എന്തോ ചീഞ്ഞിട്ടുണ്ട്, പുറമേക്കൊന്നും വ്രണങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും എന്നത് അത്രയ്ക്ക് ദുർഗന്ധം ആ മുറിയിലേക്ക്, രോഗി കിടക്കുന്ന മുറിയിലേക്ക് ചെന്നാലുണ്ടാവും. ഇന്നത്തെ കാലത്ത് അങ്ങനെയുള്ള ഏർപ്പാടുകളൊന്നും ഇല്ല. ചുരുക്കം ചില അന്തിമഘട്ടങ്ങളിൽ ഡെത്ത് സർട്ടിഫൈ ചെയ്യാൻ വേണ്ടി വിളിക്കുമ്പോൾ മാത്രമേ ഉണ്ടാവാറുള്ളൂ. പക്ഷേ രോഗിയുടെ ബെഡ് സൈഡിൽ പോയി കണ്ടു കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളോട് നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ സുഹൃത്ത് ഡോക്ടർ ഷേണായിക്കുണ്ടായ അനുഭവങ്ങൾ. വീട്ടിൽ തീരെ വയ്യാതെ വീട്ടിൽ വിളിച്ചപ്പോൾ പോയപ്പോഴാണ് ആ കറക്റ്റ് ഇൻഡിക്കേറ്റിംഗ് സിംറ്റം കിട്ടിയത്. അതുകൊണ്ട് ഒറ്റ ഡോസ് കൊണ്ട് മാറിപ്പോവുകയും ചെയ്തു. അപ്പോൾ അതിനൊക്കെ ഒന്നും മടി വിചാരിക്കരുത്. ശരിയായ രീതിയിൽ പ്രിസ്ക്രിപ്ഷൻ കിട്ടാൻ സഹായിക്കും അത്. ഇപ്പോൾ മുറിയിൽ നമ്മൾ ചേംബറിൽ കൊണ്ടുവരികയാണെങ്കിൽ ആ ഗന്ധത്തിൻ്റെ രൂക്ഷത മനസ്സിലാവണമെന്നില്ല. വിശേഷിച്ച് ഇപ്പോഴത്തെ എയർ കണ്ടീഷൻ മുറി, റൂം ഫ്രഷ്നർ ഒക്കെ ഉണ്ടെങ്കിൽ ആ കറക്റ്റ് മണം നമുക്ക് കിട്ടില്ല. അപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ, മേക്സ് യു ഫീൽ ദ ഡെത്ത് ഈസ് ഇൻ ഇറ്റ്. ആ മുറിയിൽ മരണം ആ രോഗിയുടെ ചുറ്റുവട്ടത്ത് വന്നു കഴിഞ്ഞു. അത് വേറെ എവിടെ, ആ മുറിയിലല്ലാതെ വേറെ എവിടെ ചെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.
മരണം തൊട്ടടുത്ത് വന്ന് നിൽക്കുകയാണ്. പക്ഷെ കൃത്യമായിട്ട് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ഇതല്ലാത്തപ്പോഴും മനസ്സിലാവും. എനിക്കറിയാം, എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇതേപോലെ രോഗിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന വഴി ആരോ പറഞ്ഞിട്ട് ഒന്ന് ആ ഡോക്ടറെ ഒന്ന് കാണിച്ചിട്ട് പോയിക്കുമോ. അങ്ങനെ കാറിന് കൊണ്ടുവന്ന് ഡോക്ടറുടെ ക്ലിനിക്കിന് മുമ്പിൽ കൊണ്ട് നിർത്തി. കുട്ടിയെ പുറത്തേക്ക് എടുക്കാൻ, ഒരു കുട്ടിയാണ്, 10-12 വയസ്സുള്ള കുട്ടി. ഡോക്ടർ പുറത്ത് പോയി കാറ് തുറന്ന് നോക്കി. അപ്പോൾ ഈ പറയുന്ന പോലെ മരിക്കുമെന്ന് തോന്നുന്നു. അതേപോലെ മുഖം അങ്ങനെ, മൂക്ക്, കണ്ണ് ഒക്കെ അങ്ങനെ, നെഞ്ചിൽ നിങ്ങ വല്ലാതെ ശബ്ദം. 3 മരുന്നുകൾ കൊടുത്തു വിട്ടു. ആദ്യം ആൻറ്റിബയോട്ടിക് അപ്പം തന്നെ കൊടുത്തു. ആൻറ്റിബയോട്ടിക് അപ്പം തന്നെ വൈകിട്ട് കൊടുത്തു. പിന്നെ വേറെ 2 ദിവസം കൂടി കൊടുത്തു വിട്ടു. വിളിച്ചിട്ട് ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അരമണിക്കൂർ ഒന്ന് വെയിറ്റ് ചെയ്തേക്കണം. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി. അപ്പോഴേക്കും അരമണിക്കൂറായി. ഡോക്ടറെ കണ്ടപ്പോഴേക്കും കുട്ടി എഴുന്നേറ്റ് കുട്ടിക്ക് വെള്ളം കുടിക്കണം, എന്തെങ്കിലും കഞ്ഞി കുടിക്കണം എന്നൊക്കെയുള്ള ചോദ്യങ്ങളായി. അപ്പോൾ പിന്നെ കാണിച്ചു, ഡോക്ടറെ അത് കാണിച്ചു. പരിശോധിച്ചപ്പോഴേക്കും കുറേശ്ശെ പനി ഉണ്ടായിരുന്നു, പനിയൊക്കെ മാറി. അവരെന്തോ മരുന്നൊക്കെ പ്രിസ്ക്രൈബ് ചെയ്തു, പക്ഷേ അഡ്മിറ്റ് ചെയ്യാനൊന്നും പറഞ്ഞില്ല. പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുത്തു വിട്ടു. മരുന്നൊന്നും വാങ്ങിയില്ല. തിരികെ വന്ന് ഡോക്ടറിൻ്റെ അടുത്ത് തന്നെ വീണ്ടും കയറി ബാക്കി മരുന്നുകളും കൊടുത്ത് വിടുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ള ചിലപ്പോൾ അത് മനസ്സിലാവും. കൃത്യമായിട്ട് നിരീക്ഷിച്ചാൽ ആ മരണം ആസന്നമാണെന്നുള്ള കാര്യം പരിചയസമ്പത്ത് ഉള്ള ഒരു ഡോക്ടർക്ക് മനസ്സിലാവും. ദ ഫാമിലി ഈസ് ഡിസ്റ്റർബ്ഡ്, ദേ ആർ ഗോയിങ് ഹിതർ ആൻഡ് ദിതർ. ഈ രോഗിയുടെ അവസ്ഥ കണ്ട് രോഗിയുടെ കുടുംബാംഗങ്ങളാകെ അസ്വസ്ഥരായി. അവർ എന്ത് ചെയ്യണം എന്നറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുന്നു. ആൻഡ് ദ നേഴ്സ് ഈസ് ഇൻ ആൻ എക്സൈറ്റഡ് ആൻഡ് ബിസി സ്റ്റേറ്റ്. ഒരു പരിചാരിക ഉണ്ടെങ്കിൽ, എൻ്റെ ഇത് പറയുന്നത് പഴയ അമേരിക്കയിലുള്ള ഒരുവിധം മിഡിൽ ക്ലാസ് എങ്കിലും ആയിട്ടുള്ള കുടുംബങ്ങളുടെ അവസ്ഥയാണ്. അവിടെ പരിചാരിക ഉണ്ടാവും, നോക്കാണ്ട് പരിചാരകരൊക്കെ ഉണ്ടാവും. അപ്പം അവരാണ് സാധാരണ രീതിയിൽ നോക്കുന്നത്. കുട്ടിയെ നോക്കാനും അങ്ങനെ കാണും. അപ്പോൾ നേഴ്സ് എന്ന് പറയുമ്പോൾ ആ ഒരു സാഹചര്യമാണ്. ഇവിടെ നമുക്ക് കുടുംബാംഗങ്ങൾ നിർത്താൻ മതി. നേഴ്സാണെങ്കിൽ ആകെ എക്സൈറ്റഡ് ആണ്. അവർക്ക് മരണത്തിൻ്റെ ലക്ഷണങ്ങളൊക്കെ അറിയാൻ പറ്റും. ആൻഡ് യു എൻ്റർ അപ്പോൺ ദിസ് സീൻ ടു മേക്ക് എ ഹോമിയോപ്പതിക് പ്രിസ്ക്രിപ്ഷൻ. ഈ ഒരു ചുറ്റുപാടിലേക്കാണ് നിങ്ങൾ ചെല്ലുന്നത്, ഒരു ഹോമിയോപ്പതിക് പ്രിസ്ക്രിപ്ഷൻ നടത്താൻ. അപ്പോൾ ആ ഒരു അസ്വസ്ഥമായൊരു സാഹചര്യമാണത്. ആകെ ആശയക്കുഴപ്പമാണ്, എന്ത് ചെയ്യണം. ഇപ്പോഴത്തെ അവസ്ഥയിൽ നേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയായിരിക്കും. ഇപ്പം ഞാൻ എൻ്റെ സുഹൃത്തിന് സംഭവിച്ച പോലെ ചിലപ്പോൾ പോകുന്ന വഴിക്കുന്ന് ഡോക്ടർ ഒന്ന് കയറി കണ്ടേക്കാം എന്ന് ചിലപ്പോൾ തോന്നും. അപ്പം അങ്ങനെയൊക്കെ ഇന്നത്തെ കാലത്ത് ഉണ്ടാവുള്ളൂ. ഇറ്റ് ഈസ് വൺ ഓഫ് എക്സൈറ്റ്മെൻറ്റ്സ് ആൻഡ് വൺ ദാറ്റ് യു കനോട്ട് ആക്ട് റാപ്പിഡ്ലി ഇൻ. നിങ്ങൾക്ക് പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത തരത്തിൽ ആകെ ഒരു അലങ്കോലപ്പെട്ടൊരവസ്ഥയാണത്. ആകെ ആശയക്കുഴപ്പവും ആശങ്കയും ഭയവും ഒക്കെ. ബട്ട് വൺ ഇൻ വിച്ച് യു മസ്റ്റ് മേക്ക് എ വെരി ക്വിക്ക് പ്രിസ്ക്രിപ്ഷൻ. പക്ഷെ അതേസമയം നിങ്ങൾ വളരെ പെട്ടെന്നൊരു പ്രിസ്ക്രിപ്ഷൻ നടത്തുകയും വേണം. ഡോക്ടറും ഒരു ആശയക്കുഴപ്പത്തിലാകാം, കാരണം മരണം ആസന്നമാണ്. These things will interfere somewhat with your thinking at the time that you must do the best thinking and the most rapid thinking. നിങ്ങൾ ഏറ്റവും നന്നായി ഏറ്റവും വേഗത്തിൽ ചിന്തിക്കേണ്ടുന്നൊരു സമയത്ത് ഇതിന് പറ്റാത്തൊരു സാഹചര്യമായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ പ്രിസ്ക്രൈബർ ഒരു പ്രതിസന്ധിയിലാണ്. ഞാൻ ഈ പറഞ്ഞ കേസിലും ഒരു പ്രതിസന്ധിയിലായിരുന്നു. പക്ഷേ അയാളത് വളരെ വിവേകപൂർവ്വം ഒരു തീരുമാനമെടുത്തു. ഔഷധം കൊടുത്തിട്ട് നേരെ പൊയ്ക്കോ, പക്ഷെ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഡോക്ടറെ കണ്ടാൽ മതി. അരമണിക്കൂറൊക്കെ ആൾ കുഴപ്പമൊന്നുമില്ല, പക്ഷേ അതിനിടയ്ക്ക് രക്ഷപ്പെടുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. പ്ലാസിബോ കൊടുത്ത് രക്ഷപ്പെടാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. നൗ ഇൻ വാട്ട് കൈൻഡ് ഓഫ് കേസസ് ഡു വി ഫൈൻഡ് ദിസ് സ്റ്റേറ്റ് ഓഫ് അപ്പിയറൻസ്? വേർ ആർ ദ ഫീച്ചേഴ്സ് ഓഫ് സിംറ്റംസ് കൺഫേം ടു ദ നേച്ചർ ഓഫ് ദ റെമഡി? ഫസ്റ്റ്, ഇൻ കാറ്ററൽ പേഷ്യൻസ്. ഒന്നാമതായി കഫസംബന്ധമായ പ്രശ്നങ്ങളുള്ള രോഗികളിൽ, അത് ഇറ്റാലിസിലാണ് കാറ്ററൽ പേഷ്യൻസ്. ഇൻ ബ്രോക്കൺ ഡൗൺ കോൺസ്റ്റിറ്റ്യൂഷൻ, ആകെ തകർന്നടിഞ്ഞ് അവശമായ അവസ്ഥകളിൽ. 3, ഇൻ ഫീബിൾ ചിൽഡ്രൻ, വളരെ ദുർബലരായ ശോഷിച്ച കുട്ടികളിൽ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കേസിൽ അങ്ങനത്തെ ഒരു കുട്ടിയായിരുന്നത്. ഓൾഡ് പീപ്പിൾ, പിന്നെ പ്രായം ചെന്ന ആളുകളിൽ. കാറ്ററൽ കണ്ടീഷൻസ് ഓഫ് ദ ട്രക്കിയ ആൻഡ് ദ ബ്രോങ്കിയൽ ട്യൂബ്സ്, ശ്വാസനാളിയിലും ശ്വാസകോശങ്ങൾക്കകത്തുള്ള ബ്രോങ്കിയൽ ട്യൂബുകളിലും ഒക്കെ കഫം വന്നു നിറഞ്ഞൊരവസ്ഥ. അത് നിങ്ങൾക്ക് സ്റ്റെതസ്കോപ്പ് കൊണ്ട് വെച്ച് നോക്കിയാൽ മനസ്സിലാവും, അല്ലെങ്കിൽ തന്നെ ശബ്ദം കൊണ്ട് തന്നെ മനസ്സിലാവും. അപ്പോൾ ആ രണ്ടാമത്തെ കാര്യമാണ് എന്നോട് പറയുന്നത്. അവർ ഇയേഴ്സ് ബീങ് ഓപ്പൺ വി ഹിയർ കോഴ്സ് റാറ്റ്ലിംഗ് ആൻഡ് ബബ്ലിങ്സ് ഇൻ ദ ചെസ്റ്റ്.
ഹോഴ്സ് റാറ്റ്ലിങ് ഇറ്റാലിക്സിലാണ്. വല്ലാതെ കട്ടിയുള്ള കഫം ഇങ്ങനെ കിടന്ന് കുറുങ്ങുന്നു, ബബ്ലിങ്സും ഉണ്ട്, പതയുന്ന പോലെ. അപ്പം അത്രയ്ക്ക് കഫമെന്ന് നിറഞ്ഞൊരു സാഹചര്യമാണ്. ഇഫ് യു ഹാവ് എവർ ബീൻ ഇൻ ദ റൂം ഓഫ് ദ ഡൈയിങ് യു ഹാവ് ഹേർഡ് വാട്ട് ഈസ് കോൾഡ് ദ ഡെത്ത് റാറ്റിൽ. മരിക്കാൻ പോകുന്ന ഒരു രോഗിയിൽ കാണുന്ന അത്രയ്ക്ക് ശക്തമായ കഫത്തിൻ്റെ കുറുങ്ങൽ, അത്രയ്ക്ക് ശക്തം. അതാണ് ആൻറ്റിടാർട്ടിൻ്റെ ഒരു സൂചന. ഇറ്റ് ഈസ് കോഴ്സ് ലൈക്ക് ദാറ്റ്. അത്രയ്ക്ക് രൂക്ഷമാണ്, അത്രയ്ക്ക് കട്ടിയാണ് കഫം, അത്രയ്ക്ക് കട്ടിയായിട്ട്, ഒട്ടും ലൂസല്ല, അത്ര കട്ടിയാണ്. ശരിക്കുള്ള ശ്വസിക്കുന്ന വായുവിൽ നിന്നും ഓക്സിജൻ സ്വീകരിക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് കട്ടിയുള്ള കഫം നിറഞ്ഞിരിക്കുകയാണ്. നൗ ആൻഡ് ദെൻ ദർ ഇസ് എക്സ്പെക്ടേഷൻ ഓഫ് എ മൗത്ത്ഫുൾ ഓഫ് ലൈറ്റ് കളേർഡ് വൈറ്റിഷ് മ്യൂക്കസ്. വല്ലപ്പോഴൊക്കെ ശരിക്കും ചുമച്ച് കഫം പുറത്ത് പോകുന്നില്ല, വല്ലപ്പോഴൊക്കെ ഉണ്ടാകുന്നു. എങ്ങനെയാണ്? നിറം മങ്ങിയ വെളുപ്പ് നിറമുള്ള, വെളുപ്പിനോട് സാദൃശ്യമുള്ള കഫം ചിലപ്പോഴൊക്കെ ഒരു വായ ഛർദ്ദിച്ചു പോകും. അപ്പോൾ ശ്വാസകോശം മുഴുവൻ നിറഞ്ഞിരിക്കുകയാണ്, അതിന് പോകുന്ന വളരെ തുച്ഛമായിട്ടേ പോകുന്നുള്ളൂ, അതും വല്ലപ്പോഴും മാത്രം. അപ്പോൾ അതാണ് ആൻറ്റിടാർട്ടിൻ്റെ അവസ്ഥ. കാരണം എക്സ്പെൽ ചെയ്യാനുള്ള കഴിവ് ശ്വാസകോശങ്ങൾക്ക് ഇല്ല. ദ കണ്ടീഷൻ ഈസ് വൺ ഇൻ വിച്ച് ദ ചെസ്റ്റ് ഈസ് സ്റ്റെഡിലി ഫില്ലിംഗ് അപ്പ് വിത്ത് മ്യൂക്കസ്. ശ്വാസകോശങ്ങൾ വളരെ ക്രമമായിട്ട്, വളരെ വേഗം കഫം വന്നിങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ശമനമില്ല, കഫം വന്ന് നിറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, കണ്ടിന്യൂയിങ് പ്രോസസ്സാണ്, സ്റ്റെഡിലി ഫില്ലിംഗ് അപ്പ്. ആൻഡ് അറ്റ് ഫസ്റ്റ് ഹി മേ ബി ഏബിൾ ടു ത്രോ ഇറ്റ് ഔട്ട്. തുടക്കത്തിൽ ആൾക്കത് ചുമച്ചും വെച്ചുമൊക്കെ പുറത്ത് കളയാൻ ചിലപ്പോൾ സാധിച്ചെന്നിരിക്കും. ബട്ട് ഫൈനലി ഹീസ് സഫക്കേറ്റിംഗ് ഫ്രം ദ ഫില്ലിംഗ് അപ്പ് ഓഫ് മ്യൂക്കസ് ആൻഡ് ഇനബിലിറ്റി ഓഫ് ദ ചെസ്റ്റ് ആൻഡ് ലങ്സ് ടു ത്രോ ഇറ്റ് ഔട്ട്. അവസാനം വരുമ്പോഴേക്കും ഇത് പുറത്ത് കളയാനുള്ള ശക്തി ശ്വാസകോശത്തിനൊട്ടുമില്ല. അപ്പോൾ ആൾക്ക് ശ്വാസം മുട്ടുന്നു. ആ ശ്വാസം മുട്ടുകൊണ്ട് രോഗി വല്ലാതെ പ്രയാസപ്പെടുന്നു. ശ്വാസകോശങ്ങൾ വളരെ ക്ഷീണിതവും ദുർബലവുമാകുന്നൊരു സാഹചര്യമാണ് ആൻറ്റിടാർട്ടിൽ നമ്മൾ കാണുന്നത്. ഒരു കഴിവില്ല, പുറന്തള്ളാൻ കഴിവില്ല. ഇറ്റ് ഈസ് എ പാരലിറ്റിക് കണ്ടീഷൻ ഓഫ് ദ ലങ്സ്. ശ്വാസകോശങ്ങൾ തളർന്നു പോയൊരു അവസ്ഥ, അതാണ് ആൻറ്റിടാർട്ടിൻ്റെ അവസ്ഥ. ഇറ്റ് മേ ഒക്കർ ഇൻ കേസ് ഓഫ് ഗ്രിപ്പെ. ഗ്രിപ്പെ എന്ന് പറയുന്നത് കുറച്ച് ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കണ്ട കോവിഡിൻ്റെയൊക്കെ അവസ്ഥ, പഴയ ഇൻഫ്ലുവൻസ, അതായത് ഇന്നത്തെ ഇൻഫ്ലുവൻസയുടെ തുടർച്ചയായിട്ടുള്ള കോവിഡ്, അതിൻ്റെയൊക്കെ കാണുന്ന തരത്തിലുള്ളൊരു അവസ്ഥ. ആൾ മരിക്കാൻ പോകുന്നു, ശ്വാസം കിട്ടുന്നില്ല, അങ്ങനത്തെ ഒരു സാഹചര്യം. ആ കോവിഡ് കാലത്ത് എൻ്റെ പല സുഹൃത്തുക്കളും പറഞ്ഞിട്ടുണ്ട്, അവർ വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിച്ചിരുന്ന ഔഷധങ്ങളുടെ ഒരു പട്ടികയിൽ ആൻറ്റിടാർട്ടിന് ഒരു പ്രധാന സ്ഥാനം ഉണ്ടായിരുന്നു. അറ്റ് ഫസ്റ്റ് ഇറ്റ് മേ ബി എ കേസ് ദാറ്റ് കംസ് ഓൺ ക്വൈറ്റ് റാപ്പിഡ്ലി, റണ്ണിങ് എ റാപ്പിഡ് കോഴ്സ്. അപ്പോൾ ഇത് തുടക്കത്തിൽ വളരെ വേഗത്തിൽ വരുന്നൊരു സാഹചര്യം, വളരെ വേഗത്തിലാണ് അതിൻ്റെ പുരോഗതി. ചിലപ്പോൾ അങ്ങനെ ആകാം, ചിലപ്പോൾ ആകാം, അങ്ങനെ തന്നെ ആകണമെന്ന് നിർബന്ധമില്ല. ഇറ്റ് മേ ബി എ കേസ് ദാറ്റ് പ്രൊഡ്യൂസസ് ഏർലി പ്രസ്ട്രേഷൻ, ദാറ്റ് ഈസ് ഇൻ 3 or 4 days ഓർ എ വീക്ക്. അപ്പോൾ ഈ പ്രശ്നം തുടങ്ങി, കഫക്കെട്ടും ചുമയൊക്കെ തുടങ്ങിയിട്ട് 3-4 ദിവസങ്ങൾക്കകം, ഏറി വന്ന ഒരാഴ്ചക്കകം ആള് ആകെ ക്ഷീണിച്ച് കിടന്നു പോകുന്നൊരവസ്ഥ, ഫ്രസ്ട്രേഷൻ വരുന്നൊരവസ്ഥ. അപ്പോൾ നമ്മൾ ആർസനിക്കിനും മറ്റോ കണ്ട പോലത്തെ ഒരവസ്ഥ. ഇതൊക്കെയായിട്ട് കൃത്യമായിട്ട് ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യാൻ സാധിക്കണം. അപ്പോൾ ആ ഒരു ഡ്യൂറേഷൻ പറയുന്നത് അങ്ങനെയാണ്, ആദ്യത്തെ 2-3 ദിവസം കൊണ്ട്, അല്ലെങ്കിൽ ഏറി വന്നാൽ ഒരാഴ്ച കൊണ്ട്. ദ ഫസ്റ്റ് ഫ്യൂ ഡേയ്സ് ഓഫ് ദ സിക്നസ് വിൽ നോട്ട് പോയിന്റ് ടു ആൻറ്റിമോണിയം ടാർട്ട്. അപ്പം ആദ്യത്തെ ഈ 2-3 ദിവസങ്ങൾ ആൻറ്റിടാർട്ടിലേക്കുള്ള സൂചന നമുക്ക് കിട്ടില്ല. സോ ലോങ് ആസ് ദ റിയാക്ഷൻ ഈസ് ഗുഡ് ആൻഡ് ഈ സ്ട്രെങ്ത് ഹോൾഡ്സ് അപ്പ്, യു വിൽ നോട്ട് സീ ദ ഹിപ്പോക്രാറ്റിക് കോണ്ടറൻസ്, സിങ്കിങ് ആൻഡ് കോൾഡ്നെസ് ആൻഡ് കോൾഡ് സ്വെറ്റ്. അപ്പോൾ ഈ ആൾക്ക് ആരോഗ്യമുണ്ട്, ആളുടെ വൈറ്റൽ റിയാക്ഷൻ സഫീഷ്യൻ്റ് ആയിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു മരണാസന്നമായ മുഖം, നേരത്തെ പറഞ്ഞില്ലേ മരണം ചുറ്റുവട്ടത്തുണ്ട് എന്ന് തോന്നിക്കുന്ന ആ ഒരു ഹിപ്പോക്രാറ്റിക് കോണ്ടറൻസ്, ആസന്ന മരണമായൊരു മുഖഭാവം നിങ്ങൾ കാണില്ല. അത് 2-3 ദിവസം കാണില്ല. ആ ഒരു തണുത്ത മുഖം, തണുത്ത വിയർപ്പ്, അതൊന്നും ആദ്യത്തെ ദിവസങ്ങളിൽ കാണില്ല. യു വിൽ നോട്ട് ഹിയർ ദ റാറ്റ്ലിംഗ് ഇൻ ദ ചെസ്റ്റ്. ഈ നെഞ്ചിൽ വല്ലാതെ കഫം നിറഞ്ഞ് കുറുകുന്നൊരു സാഹചര്യം കാണില്ല. ബിക്കോസ് ദീസ് സിംറ്റംസ് ആർ സിംറ്റംസ് ദാറ്റ് ഇൻഡിക്കേറ്റ് എ പാസീവ് കണ്ടീഷൻ. ഇതിൻ്റെ ഒരു ആക്റ്റീവായിട്ടില്ല, പാസീവായിട്ടുള്ളൊരു ഒരു കണ്ടീഷൻ, ഒരു അവസ്ഥയാണ് ഈ ആദ്യത്തെ ഏതാനും ദിവസം കാണുന്നത്. ആൻറ്റിമോണിയം ടാർഗറ്റിംഗ് ഹാസ് വീക്ക്നെസ് ആൻഡ് ലാക്ക് ഓഫ് റിയാക്ഷൻ. ഈ ഒരു സാഹചര്യം
ആൻറ്റിബയോട്ടിലുണ്ട്. ക്ഷീണവും വൈറ്റൽ റിയാക്ഷൻ, നമ്മളുടെ രോഗിയുടെ ആ ജീവൻ ആ രോഗാവസ്ഥയ്ക്കെതിരെ റിയാക്ട് ചെയ്ത് ഇപ്പോൾ കഫം അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ പുറത്ത് കളയുന്നു. അങ്ങനത്തെ ഒരു റിയാക്റ്റീവ് പ്രോസസ്സ് ആദ്യത്തെ 2-3 ദിവസങ്ങളിൽ ഉണ്ടാവില്ല. അത്രക്ക് ക്ഷീണിതമാണ് ആൻറ്റിറ്റാർട്ട് രോഗി. ഹെൻസ് വി സി ദാറ്റ് ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഇൻ ദോസ് കേസസ് ദാറ്റ് present this stage or in such patients that are so feeble. അപ്പോൾ അത്രക്ക് ക്ഷീണിതരായ പേഷ്യൻസിലാണ് ഇത് കാണിക്കുന്നത്, ഈ ആൻറ്റിറ്റാർട്ടിന് ഇൻഡിക്കേഷൻ വരുന്നത്. വെൻ ദേ ആർ ടേക്കൺ ഡൗൺ ദാറ്റ് they at once enter upon a passive or relaxed stage. അപ്പോൾ പെട്ടെന്ന് തളർന്ന് വീണു പോകുന്നു, റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരവസ്ഥയിലേക്ക് വീണു പോകുന്ന ഒരു സാഹചര്യം. ഇൻ കേസ് ഓഫ് ബ്രോങ്കൈറ്റിസ് വിത്ത് ന്യൂമോണിയ, inflammation of the trachea, inflammation of the air passages in general, the inflammation is likely to be attended with dryness or a scanty flow of mucus. അപ്പോൾ തുടക്കത്തിൽ ന്യൂമോണിയയും ബ്രോങ്കൈറ്റിസും ചേർന്ന് വരുന്നൊരു സാഹചര്യത്തിൽ ശ്വസനനാളികയിൽ വീക്കമുള്ള സാഹചര്യത്തിൽ ശ്വാസം കടന്നു പോകുന്ന പാതകളിലെല്ലാം പൊതുവെ ഒരു വീക്കമുള്ളൊരു സാഹചര്യത്തിൽ തുടക്കത്തിൽ ഡ്രൈനെസ് ആണ്. മൂക്ക് മുതൽ ശ്വാസകോശങ്ങളിലേക്കുള്ള എയർ പാസേജസിൽ ഒരു വരണ്ട അവസ്ഥയാണ്. കഫം വളരെ ചുരുക്കമായിട്ട് വരുന്നുള്ളൂ ആദ്യത്തെ ഏതാനും ദിവസങ്ങളിൽ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ. ഇഫ് ദിസ് ബി വൈൽഡ് ഇൻ എ ഫ്യൂ ഡേയ്സ് ഇറ്റ് വിൽ റീച്ച് എ സ്റ്റേറ്റ് ഓഫ് റിലാക്സേഷൻ ആൻഡ് വീക്ക്നെസ്. അപ്പോൾ ഏതാനും ദിവസങ്ങൾക്കകം ഇത് വല്ലാതെ രൂക്ഷമായി, വല്ലാതെ തളർച്ച ഉണ്ടായി, ആളാകെ അവശമായ ഒരു സാഹചര്യത്തിലേക്ക് വരികയാണെങ്കിൽ ദ ഫസ്റ്റ് സ്റ്റേജ് ഡസ് നോട്ട് ഇൻഡിക്കേറ്റ് ആൻറ്റിമോണിയം-ടാർട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആദ്യത്തെ കണ്ടീഷനിൽ ആൻറ്റിറ്റാർട്ടിൻ്റെ സൂചന കിട്ടില്ല. സച്ച് മെഡിസിൻസ് ആസ് ബ്രയോണി ആൻഡ് ഇപ്പക്കാക് കം ഇൻ ഫോർ ദ ഫസ്റ്റ് പീരീഡ് ആൻഡ് യുവർ ഇംപ്രഷൻ ഈസ് വെൻ അഡ്മിനിസ്ട്രിങ് ദീസ് മെഡിസിൻസ് ദാറ്റ് ദേ വിൽ സഫീഷ്യൻറ്റ് ഫോർ ദ ഹോൾ കേസ്. അപ്പോൾ ആദ്യം തുടക്കത്തിൽ അത് 2-3 ദിവസങ്ങളിൽ ആൻറ്റിറ്റാർട്ടിൻ്റെ തനി സ്വഭാവം കാണിക്കാത്തത് കൊണ്ട്, ആ ഒരു തളർച്ചയും ആ കഫം കെട്ടി വല്ലാതെ നിറഞ്ഞ അവസ്ഥയൊന്നും കാണിക്കാത്തത് കൊണ്ട് നമ്മൾ ബ്രയോണിയാണോ ഇപ്പക്കാക്കോ ആണോ എന്നൊക്കെ വിചാരിച്ചു പോകും. അങ്ങനെ അവ കൊടുക്കുകയും ചെയ്യും. പക്ഷേ അതുകൊണ്ട് രോഗശാന്തി ഉണ്ടാവില്ല. ഇനി എപ്പോഴാണ് ഇത് വരുന്നത്? എക്സെപ്റ്റ് ഇൻ ദോസ് സ്റ്റേറ്റ്സ് wherein this weakness is present from the beginning or where there is lack of ability to react sufficiently from your remedy to recovery under it. അപ്പോൾ നിങ്ങൾ ബ്രയോണിയോ ഇപ്പക്കാക്കോ കൊടുത്തു പക്ഷേ റിക്കവറി കാണുന്നില്ല, വൈറ്റൽ റിയാക്ഷൻ കാണുന്നില്ല. അങ്ങനെ വരുമ്പോഴായിരിക്കും ആൻറ്റിറ്റാർട്ടിനെ കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോൾ തുടക്കത്തിൽ ഇപ്പക്കാക്കിൻ്റെയും ബ്രയോണിയുടെയും ഇൻഡിക്കേഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അവ അല്ല എന്ന് ഉറപ്പിക്കുകയും ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ബ്രയോണി ഇപ്പക്കാക്കോ കൊടുത്തു പോകും. അത് സഫീഷ്യൻ്റ് റിയാക്ഷൻ ഉണ്ടാക്കുകയുമില്ല. അപ്പോൾ ഒരു കേസിൻ്റെ തുടക്കത്തിൽ ഇതേപോലെ ചെസ്റ്റിൽ വളരെ മാരകമായിട്ടുള്ള ഇൻഫ്ലമേഷനും ഇൻഫെക്ഷനൊക്കെ വരുന്ന കണ്ടീഷനിൽ തുടക്കത്തിൽ ഈ ഓരോ ഔഷധങ്ങളുടെയും അവസ്ഥകൾ എങ്ങനെയായിരിക്കും, ആൻറ്റിറ്റാർട്ട് എങ്ങനെയായിരിക്കും, ബ്രയോണി എങ്ങനെയായിരിക്കും, ഇപ്പക്കാക്ക് എങ്ങനെയായിരിക്കും എന്ന് കൃത്യമായിട്ട് അറിഞ്ഞില്ലെങ്കിൽ ഒരു തെറ്റായ പ്രിസ്ക്രിപ്ഷൻ നടത്താനുള്ള സാധ്യത വളരെ വളരെ അധികമാണ്. ഈ കെൻറ്റിൻ്റെ ലെക്ചർ, ഈ ഔഷധത്തെക്കുറിച്ചുള്ള ലെക്ചർ കൊണ്ട് നിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ ഗുണം അതാണ്. കൃത്യമായും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു തെറ്റായൊരു പ്രിസ്ക്രിപ്ഷനിലേക്ക് പോകാതെ തുടക്കത്തിലെ തന്നെ ശരിയായൊരു ഔഷധം കൊടുക്കാൻ സാധിക്കും. തുടർന്നും കെൻ്റത് പറയുന്നുണ്ട്. ദെൻ കംസ് എ സെക്കൻഡ് റെമഡി, രണ്ടാമതൊരു ഔഷധം കൊടുക്കുന്നു. ആൻഡ് ദാറ്റ് ഈസ് എ ടൈം വെൻ ദിസ് മെഡിസിൻ ബിഗിൻസ് ഇറ്റ്സ് ഓപ്പറേഷൻ. അപ്പോൾ രണ്ടാമതൊരു ഔഷധം കൊടുക്കേണ്ട ഒരു സാഹചര്യം വരുന്നു. അപ്പോഴാണ് ആൻറ്റിറ്റാർട്ടിൻ്റെ പ്രവർത്തനം ശരിക്കും കാണുന്നത്. അപ്പോൾ ബ്രയോണിയോ ഇപ്പൊക്കെ കൊടുത്ത് റിയാക്ഷൻ കണ്ടില്ലെങ്കിൽ അപ്പോഴേക്കും 2-3 ദിവസം കഴിയും, ഏറിയൊന്ന് ഒരാഴ്ച. അപ്പോഴേക്കും ഇതേപോലെ കഫമൊക്കെ വന്ന് നിറഞ്ഞ് മുഖമൊക്കെ ഇങ്ങനെ തളർന്ന് മരണം ആസന്നമായി എന്ന് തോന്നുന്ന ഒരു സാഹചര്യം, ദുർഗന്ധം ഇതൊക്കെ വരുന്നു, തളർച്ച വരുന്നു, ഇതൊക്കെ വരുന്നു. ഇപ്പക്കാക്കിൻ്റെ ഇൻഡിക്കേഷൻ കൃത്യമായിട്ട് കെൻ്റിയോടെ വിശദീകരിക്കുന്നുണ്ട്. ഇപ്പൊക്കെ ഹാസ് സം ഓഫ് ദിസ് കോഴ്സ് റാറ്റ്ലിംഗ്. ഇതേപോലെ വല്ലാതെ കട്ടിയുള്ള ഈ കഫത്തിൻ്റെ കുറുങ്ങൽ, അതിൻ്റെ ചില ഘടകങ്ങൾ ഇപ്പക്കാക്കിൽ കാണും. ബട്ട് ഇറ്റ് ഈസ് അറ്റൻഡ് വിത്ത് ഗ്രേറ്റ് എക്സ്പ്രസീവ് പവർ ഓഫ് ദി ലങ്സ്. പക്ഷെ ഇപ്പക്കാക്കാണ് പേഷ്യൻ്റ് എങ്കിൽ
ഈ കഫത്തെ പുറന്തള്ളാനുള്ള കഴിവ് ശ്വാസകോശങ്ങൾക്ക് നല്ല രീതിയിലുണ്ടാവും. അപ്പോൾ അതാണ് അവിടെ ഓപ്പറേറ്റീവ് പാർട്ടായിട്ട് വരുന്നതാണ്. ശ്വാസകോശങ്ങളുടെ എക്സ്പൾസീവ് പവർ അതുണ്ടോ ഇല്ലയോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ ഏകദേശം മനസ്സിലാകും. ദിസ് മെഡിസിൻ ഹാസ് ദ കോഴ്സ് റാറ്റ്ലിംഗ് ദാറ്റ് കംസ് ആഫ്റ്റർ മെനി ഡേയ്സ്. അപ്പോൾ ആൻറ്റിടാർട്ടിന് ഈ ഒരു കോഴ്സ് റാറ്റ്ലിങ്, ആകെ കട്ടിയുള്ള കഫം നിറഞ്ഞിട്ടുള്ള ഈ കുറുങ്ങൽ ഏതാനും ദിവസങ്ങൾക്ക് ശേഷമേ വരികയുള്ളൂ, തുടക്കം മുതൽ ഉണ്ടാകില്ല. പക്ഷേ ഇപ്പക്കാക്കിൽ അത് ഫസ്റ്റ് ഡേയ്സ് ഓഫ് ദ സിക്നസ്, ഈ രോഗാവസ്ഥയുടെ തുടക്കത്തിൽ തന്നെ ഇപ്പക്കാക്കിൽ ഈ കുറുങ്ങലുണ്ട്. ദിസ് somebody ഹാസ് ദ കഫിങ് ആൻഡ് ഗാഗിങ് ആൻഡ് റച്ചിങ് ബട്ട് ഇൻ ദ സ്റ്റേജ് ഓഫ് ഗ്രേറ്റ് റിലാക്സേഷൻ, പൊസ്ട്രേഷൻ ആൻഡ് കോൾഡ്നസ്. അപ്പോൾ ആൻറ്റിടാർട്ടിന് ചുമയും ശ്വാസം മുട്ടലും ഓക്കാനോ, വല്ലാതെ ഒന്നും പുറത്തു പോയില്ലെങ്കിലും വല്ലാതെ ഓക്കാനോ ഒക്കെ ഉണ്ട്. പക്ഷെ എപ്പോഴാണ് വല്ലാതെ തളർന്ന് അവശമായി പ്രൊസ്ട്രേറ്റഡ് കണ്ടീഷനിൽ മരിച്ച പോലെ കിടന്ന് ആകെ തണുത്ത ഒരവസ്ഥയിൽ മാത്രമാണ് ഈ ഔഷധത്തിന് ചുമയും ഗാഗിങ്ങും ഒക്കെ ഉള്ളത്. തുടക്കത്തിലില്ല, ആൻറ്റിടാർട്ടിന് തുടക്കത്തിലില്ല. ഇപ്പക്കാക്കിന് തുടക്കത്തിലേ ഉണ്ട്. പക്ഷെ ഇപ്പക്കാക്കിന് എക്സ്പൾസീവ് പവറും ഉണ്ട്. കഫം ഛർദ്ദിച്ചും ചുമച്ച് തുപ്പിയൊക്കെ പോകും. പക്ഷേ ആൻറ്റിടാർട്ടിന് അങ്ങനെ പോകില്ല, പാസീവായിട്ടുള്ള ലങ്സ് ആണ്. ഇറ്റ് സീംസ് ആസ് ഇഫ് ഹി വിൽ ഡൈ. അപ്പം ഈ ഒരു അവസ്ഥയിൽ, ആൻറ്റിടാർട്ടിൻ്റെ അവസ്ഥയിൽ ആൾ മരിച്ചു പോവും എന്ന് തോന്നുന്ന ഒരു സാഹചര്യമാണിത്. When you hear him cough, you are at once impressed with the idea that there must be some profound weakness in the lung power. അപ്പോൾ ഇയാളുടെ ഈ ചുമ കേൾക്കുമ്പോൾ തന്നെ ശ്വാസകോശത്തിന് വേണ്ടത്ര ശക്തിയില്ലാത്തൊരു പാസീവ് കോഫാണെന്ന് നിങ്ങൾക്ക് അപ്പോൾ തന്നെ മനസ്സിലാവും. ഒരു ആൻറ്റിടാർട്ടിൻ്റെ ചുമ കേട്ട് കഴിഞ്ഞാൽ അത് മനസ്സിലാകും. ശ്വാസകോശത്തിന് വേണ്ടത്ര ശക്തിയില്ലാത്ത തളർന്ന ഒരു രോഗിയുടെ ചുമയാണ്. അതാണ് ആൻറ്റിടാർട്ടിൻ്റെ ചുമയുടെ ഒരു സ്വഭാവം. യു നോ ദാറ്റ് ഇറ്റ് ഈസ് ഇൻ ദ പവർ ഓഫ് ദ ലങ്സ് ടു പ്രൊഡ്യൂസ് ആൻ എക്സ്പ്രസീവ് ആക്ഷൻ വിത്ത് ദ ഡീപ്പ് ഇൻസ്പിറേഷൻ. അപ്പോൾ ആഴത്തിൽ വായു വലിച്ചെടുത്തിട്ട് നന്നായിട്ട് ചുമച്ചും മറ്റുമൊക്കെ ശക്തിയോടെ ചുമച്ച് കഫത്തെ എക്സ്പെൽ ചെയ്യാനുള്ള കഴിവ്, ആ കഴിവാണ് ആരോഗ്യകരമായിട്ട് വേണ്ടത്. അതിലാണ് ശ്വാസകോശത്തിൻ്റെ എക്സ്പൾസീവ് പവർ കുടികൊള്ളുന്നത്. ദേ ഹാവ് നോ സച്ച് പവർ ഇൻ ആൻറ്റിമണിയും ടാർട്ടാറിക്കം. ആൻറ്റിടാർട്ട് പേഷ്യൻറ്റിൽ അങ്ങനത്തെ ഒരു എക്സ്പൾസീവ് പവർ ഇല്ല. അപ്പോൾ ശ്വാസകോശത്തിൻ്റെ കഫത്തെ പുറന്തള്ളാനുള്ള ശക്തിയെ നിരീക്ഷിക്കുക. അതിൽ നിന്നാണ് ആൻറ്റിടാർട്ടിനെ ഇപ്പക്കാക്കിനെ നിങ്ങൾ കൃത്യമായിട്ട് വ്യവച്ഛേദിച്ചറിയേണ്ടത്. അതുപോലെ മറ്റ് ഔഷധങ്ങളുടെ കാര്യത്തിലും ബ്രയോണിയ, ആഷ്സാൽബ് ഒക്കെ വരും. ഈ കോവിഡിൻ്റെ കാലത്തൊക്കെ പലരും ആഷ്സാൽബ് എന്നുള്ള ആ ഒരു മുൻവിധി വന്നിട്ട് ഈ ഇപ്പക്കാക്കോ ആൻറ്റിടാർട്ടോ ഒക്കെ ബ്രയോണിയോ മറ്റെന്തെങ്കിലുമൊക്കെ കൊടുക്കേണ്ടുന്ന കേസുകളിൽ ആഷ്സാൽബും കൊണ്ടേ കൊടുത്ത് വെറുതെ സമയം കളയുകയും ഫെയിലിയേഴ്സ് ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ട് അത് തുടക്കത്തെക്കുറിച്ച് മനസ്സിലാക്കി കൃത്യമായിട്ട് നിരീക്ഷിച്ച് ഇൻഡിക്കേഷൻ അനുസരിച്ച് ഔഷധം കൊടുത്തവരിലൊന്നും ആ ഒരു ഫെയിലിയർ ഉണ്ടായിട്ടില്ല. ദ ചെസ്റ്റ് ഈസ് ഫുൾ ഓഫ് മ്യൂക്കസ് ആൻഡ് ഇറ്റ് റാറ്റിൽസ്. ശ്വാസകോശം നിറയെ കഫമുണ്ട്, അത് കുറുങ്ങുന്നുണ്ട്. ദ കോഫ് ഈസ് എ റാറ്റ്ലിംഗ് കോഫ് ബട്ട് ദ മ്യൂക്കസ് ഡസ് നോട്ട് കം അപ്പ്. അപ്പോൾ വല്ലാതെ കുറുങ്ങി ചുമക്കുന്നുണ്ട്, പക്ഷേ കഫം പോകുന്നില്ല, എക്സ്പൾസീവ് പവർ ഇല്ല. അവിടെയാണ് കൃത്യമായിട്ട് ഇൻഡിക്കേഷൻ. അല്ലെങ്കിൽ ഓൺലി എ സ്മോൾ ക്വാണ്ടിറ്റി കംസ് അപ്പ്, കുറച്ച് കഫം മാത്രം. ശ്വാസകോശങ്ങൾ രണ്ടും നിറയെ കഫമാണ്, പക്ഷേ ഒരു വായ നിറയെ മാത്രം വരുന്നു. ബട്ട് ഇറ്റ് ഡസ് നോട്ട് റിലീവ് ഹിം. അങ്ങനെ കുറച്ച് പോയതുകൊണ്ട് ആ രോഗിക്ക് ഒരു ശാന്തി കിട്ടുന്നുമില്ല. ഹിസ് ചെസ്റ്റ് ഈസ് ഫുൾ ഓഫ് മ്യൂക്കസ്, ഹീസ് സഫോക്കേറ്റിംഗ് ആൻഡ് ഹീസ് റിയലി പാസിംഗ് അവേ. ശ്വാസകോശങ്ങൾ നിറയെ കഫമാണ്, നെഞ്ചിൽ നിറയെ കഫമാണ്, അത് എക്സ്പെൽ ചെയ്യാൻ പറ്റുന്നില്ല. ശ്വാസകോശത്തിൻ്റെ എക്സ്പൾസീവ് പവർ പോയി. കുറച്ചൊക്കെ പോയാൽ അതുകൊണ്ട് അയാൾക്ക് ഒരു സമാധാനം കിട്ടുന്നില്ല. അതിൻ്റെ ഫലം എന്താണ്? ആ രോഗി മരിക്കാൻ പോവുകയാണ്, മരണാസന്നയാണ്. അപ്പോൾ അതാണ് കൃത്യമായിട്ടുള്ളൊരു ആൻറ്റിടാർട്ടിൻ്റെ ഒരു അവസ്ഥ. ഡൈയിങ് ഫ്രം കാർബോണിക് ആസിഡ് പോയ്സണിങ് ഡ്യൂ ടു എ ലാക്ക് ഓഫ് എക്സ്പൾസീവ് പവർ. അപ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു പോകാതെ, എക്സ്പെൽഷൻ നടക്കാതെ, അത് തിങ്ങി നിറഞ്ഞ് ശ്വാസകോശത്തിലെ ഈർപ്പത്തിൽ ജലാംശത്തിൽ കലർന്ന് കാർബോണിക് ആസിഡ് ഉണ്ടായിട്ട്
അതിൻ്റെ ഒരു വിഷകരമായ പ്രവർത്തനങ്ങൾ മൂലം ആ രോഗി മരിച്ചു പോകും. കാരണം ശ്വാസകോശങ്ങൾക്ക് വേണ്ടത്ര പുറന്തള്ളൽ ശക്തിയില്ല. അപ്പം അതാണ് ആൻറ്റി ടാർട്ടിനെയും ഇപ്പക്കാക്കിനെയും മറ്റ് ഔഷധങ്ങളെയും തമ്മിൽ വ്യവച്ഛേദിച്ചറിയാനുള്ള കൃത്യമായിട്ടുള്ള സൂചന. ഇത്ര കൃത്യമായിട്ടൊക്കെ എന്ത് പറയുന്നു നോക്കുക. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ, കോവിഡിൻ്റെ അവസ്ഥയിൽ ഫെയിലിയർ വന്ന ചില സുഹൃത്തുക്കളോട് ഞാനിത് നിർദ്ദേശിച്ചു കൊടുക്കുകയും ഈ ഒരു ഭാഗത്തിൻ്റെ ഇമേജ് ഞാൻ അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പലരും പറഞ്ഞിട്ടുണ്ട് ഇത് വായിച്ചിരുന്നെങ്കിൽ, ഇത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ആ ഫെയിലിയർ തങ്ങൾക്ക് ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ ഈ ഒരു പുസ്തകത്തിൻ്റെ മഹത്വമുള്ളതാണ്. ഒരു ഔഷധത്തിൻ്റെ ചിത്രം, ഡ്രഗ് പിക്ചർ കൃത്യമായിട്ട് തരുന്നു എന്നതിലുപരി സമാനമായ ഡ്രഗ് പിക്ചേഴ്സുള്ള മറ്റ് ഔഷധങ്ങളുമായിട്ട് താരതമ്യം ചെയ്തിട്ട് ആ ഓപ്പറേറ്റീവ് പാർട്ട് എന്താണോ, ഓരോ ഔഷധത്തിലും കൃത്യമായിട്ടുള്ള ഡിഫറൻഷിയേറ്റിംഗ് ഫാക്ടർ എന്താണെന്ന് കൃത്യമായിട്ട് എടുത്തു കാണിച്ചു തരും. അതാണ് കെൻറ്റിൻ്റെ ഒരു മഹത്വം. അതിനെ നിങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കുക. തുടർന്ന് വരുന്ന ഭാഗങ്ങളിലുമൊക്കെ ഇതേപോലെ വളരെ വിലപ്പെട്ട വിവരങ്ങൾ കെൻറ്റ് തരുന്നുണ്ട്. നമുക്ക് ശ്രമിക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.